ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള പാക് വ്യോമസേനയുടെ ശ്രമം പരാജയപ്പെടുത്തിയെന്ന ഇന്ത്യൻ സൈന്യം. സേന തകർത്ത F-16 വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത മിസൈൽ അവശിഷ്ടങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ബരാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ എത്ര ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് പറയാനാകില്ലെന്നും സൈന്യം. കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കുന്നത് ജനീവ ഉടമ്പടിയുടെ ഭാഗമാണെന്നും സൈന്യം ശരത്തിന്റെ റിപ്പോർട്ടിലേക്ക് വിശദാംശങ്ങൾക്കായി. പാക് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ ശ്രമം നടത്തിയതായാണ് ഇന്ന് കര വ്യോമ നാവികസേനയുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇത് സമയോചിതമായ വ്യോമസേനയുടെ ഇടപെടൽ മൂലം ചെറുത്തുതോൽപ്പിക്കാൻ സാധിച്ചു എന്നും കൃത്യമായും ഇന്ന് ഇന്ത്യ അവകാശപ്പെട്ടിരിക്കുന്നു. F-16 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സൈനിക പോസ്റ്റുകൾ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടന്നതെന്നും അത് ചെറുത്തുതോൽപ്പിക്കാൻ ഇന്ത്യയുടെ MiG-21 വിമാനങ്ങൾക്ക് ഉൾപ്പെടെ സാധിച്ചിരിക്കുന്നു എന്നും ഇന്ന് ഇന്ത്യ അവകാശപ്പെട്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ തെളിവുകളും പുറത്തുവിട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ആളൊഴിഞ്ഞ സ്ഥലത്ത് പാകിസ്ഥാന്റെ ശേഷി ബോധ്യപ്പെടുത്താൻ വേണ്ടി ആളൊഴിഞ്ഞ സ്ഥലത്ത് ബോംബ് വർഷിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയായിരുന്നില്ല. മറിച്ച് ഈ ഇന്ത്യൻ തിരിച്ചടി മറികടക്കാൻ വേണ്ടി സാധിക്കാത്തതിനെ തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് ബോംബ് വർഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. F-16 വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് നേരത്തെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. എന്നാൽ F-16 വിമാനങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന അമ്രം മിസൈലുകളാണ്. അമ്രം മിസൈലുകളുടെ തെളിവുകൾ ഇന്ന് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നു. F-16 വിമാനങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഇവ എന്നുള്ളത് കൃത്യമായും പൊതുസമൂഹത്തിന് മുൻപിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ തുറന്നു കാട്ടിയിരിക്കുന്നു. ഇത് കിഴക്കൻ രജൌരിയിൽ നിന്നാണ് ഈ അവശിഷ്ടങ്ങൾ കിട്ടിയതെന്നും കര വ്യോമ നാവികസേനയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന തയ്യാറാണ് എന്നും പാകിസ്ഥാനാണ് ആവർത്തിച്ച് പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നുമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ മൂന്ന് സേനയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയവർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പുൽവാമ സംഭവത്തിന് ശേഷവും 35 തവണ അതിർത്തി ലംഘിച്ചുകൊണ്ട് ആക്രമണം വെടിയുതിർക്കാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായതായും ഈ രീതിയിലുള്ള സാഹചര്യത്തിൽ ഏത് പ്രതിസന്ധിയെ നേരിടാനും ഇന്ത്യൻ സേന തയ്യാറാണ് എന്നും ഇന്ന് ആവർത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായും അത് മറ്റൊരു തീരുമാനങ്ങളുടെ ഭാഗമായും കാണുന്നില്ല. മറിച്ച് അതിനുമപ്പുറത്തേക്ക് ജനീവ കൺവെൻഷന്റെ ഒരു തീരുമാനപ്രകാരം ഉള്ള ഒരു തീരുമാനമായാണ് ഈ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാനുള്ള തീരുമാനത്തെ കണക്കാക്കുന്നത് എന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണമായിരുന്നു. ആ ആക്രമണത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രധാനമായും എത്ര കാഷ്വാലിറ്റികൾ, എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിലും അത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഞങ്ങൾ എന്താണോ ആ ഒരു തിരിച്ച് വ്യോമാക്രമണം കൊണ്ട് ലക്ഷ്യമാക്കിയത് ആ ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമേ ഈ ഒരു വാർത്താ സമ്മേളനത്തിലും മൂന്ന് സേനയെയും പ്രതിനിധീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം തന്നെ ഈ ഒരു എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സർക്കാർ എന്നുള്ള നിലയിൽ സർക്കാർ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും എന്നുള്ള നിലപാടുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ കൈക്കൊണ്ടതിന് ശേഷവും പാകിസ്ഥാൻ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ, ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ എല്ലാം തന്നെ കൃത്യമായി എണ്ണി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഒരു കൃത്യമായ താക്കീത് കൂടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. അതായത് ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന തയ്യാറാണ് എന്നുള്ള കൃത്യമായ സൂചനയും താക്കീതും ഇന്നും ഇന്ത്യ നൽകിയിരിക്കുകയാണ്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ നാളെ വിട്ടയക്കുമെന്ന് പാകിസ്ഥാൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപനം നടത്തി. സൗദിയും അമേരിക്കയും നടത്തിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാൻ വഴങ്ങിയത്. മോചനത്തിനായി പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ ഇന്ത്യൻ സൈന്യം തള്ളിക്കളഞ്ഞിരുന്നു. നാളെ രാവിലെ വാഗ അതിർത്തി വഴി സൈനികനെ ഇന്ത്യയിലെത്തിക്കും. സന്തോഷ് സർലിംഗിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം വിശദീകരിക്കാനായി പാകിസ്ഥാനിൽ ചേർന്ന സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത്. വലിയ കയ്യടിയോടുകൂടിയാണ് പാകിസ്ഥാൻ പാർലമെന്റ് അത് സ്വീകരിച്ചത്. हिंदुस्तान का पायलट हमने पकड़ा हुआ है. हम एज ए पीस जेस्टर हम उसको कल रिहा करने लगे हैं हिंदुस्तान को. ഇന്ത്യ വ്യോമാക്രമണത്തിന് തയ്യാറായിരുന്നു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ ശ്രമിച്ചു.
പക്ഷേ അതിന് തനിക്ക് ഫോണിൽ ലഭിച്ചില്ല. സമാധാന നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പൈലറ്റിനെ വിട്ടയക്കുന്നതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ സാഹചര്യം അങ്ങനെയല്ല. രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാൻ വിംഗ് കമാൻഡറിനെ വിട്ടയക്കാൻ തീരുമാനിച്ചത്. അമേരിക്കയും സൗദിയും വളരെ ശക്തമായി തന്നെ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുകയും ചെയ്തു. സൗദി കിരീടാവകാശിയുടെ പ്രത്യേക ദൂതുമായി അവരുടെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാനിലേക്ക് പോകാൻ തുനിയുകയും ചെയ്തു. മറ്റു പോംവഴികളില്ലാതായതോടുകൂടിയാണ് പാകിസ്ഥാൻ സൈനികനെ മോചിപ്പിക്കുന്നത്. അതിനിടയിൽ തന്നെ പാകിസ്ഥാൻ ചില വിലപേശൽ തന്ത്രങ്ങൾ ഇന്ത്യയോട് നടത്തുകയും ചെയ്തു. അതായത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാൽ മാത്രം വിംഗ് കമാൻഡറിനെ വിട്ടയക്കാം എന്ന രീതിയിലൊക്കെ ചില വിലപേശലുകളും ഉപാധികളും ഒക്കെ മുന്നോട്ട് വെച്ചു. പക്ഷെ ഇന്ത്യൻ സൈന്യം അതിനും തയ്യാറായില്ല. ഒരു ഒത്തുതീർപ്പുമില്ല. ഒത്തുതീർപ്പില്ലാതെ തന്നെ സൈനികനെ വിട്ടയക്കുക, ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പാക് വിദേശകാര്യ മന്ത്രാലയത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പാർലമെന്റിൽ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നല്ല പ്രതിച്ഛായ എടുക്കാൻ ഇമ്രാൻഖാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ജനീവ കൺവെൻഷൻ ഉടമ്പടി പ്രകാരം ഇത് വിട്ടയക്കാതെ മറ്റു പോംവഴികളില്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തായാലും വിട്ടയക്കാനുള്ള പ്രഖ്യാപനം ഇന്ത്യ നല്ല രീതിയിലാണ് കേട്ടത്. വൈകുന്നേരം 6:30 ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു, സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്തു. കൂടാതെ ആഭ്യന്തരമന്ത്രി അർദ്ധ സൈനിക വിഭാഗത്തോട് എന്തായാലും സജ്ജരായിരിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഇന്ത്യ കരുതുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെയും അതിർത്തി മേഖലയിൽ പല ഭാഗത്തും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഗ്രനേഡുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കരുതലോടുകൂടി തന്നെയാണ് പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഇന്ത്യ കാണുന്നത്. നാളെ വാഗ അതിർത്തി വഴി വിംഗ് കമാൻഡർ അഭിനവ് വർത്തമാനെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്യും. പാക് പിടിയിലായ വ്യോമസേനാ സൈനികന്റെ സുരക്ഷിതത്വത്തിൽ രാജ്യം ആശങ്കപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി.ജെ.പി. ഭാരവാഹികളുമായി മോദി ദില്ലിയിലിരുന്ന വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ സംവാദത്തിൽ പിടിയിലായ സൈനികനെ കുറിച്ച് മൗനം. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പരിപാടികൾ റദ്ദാക്കുമ്പോഴാണ് മോദിയുടെ ആഘോഷം. വ്യോമാക്രമണം കർണാടകയിൽ ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിക്കുമെന്ന മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെ വാക്കുകളും വിവാദമാകുന്നുണ്ട്. സന്തോഷ് സലിംഗിന്റെ റിപ്പോർട്ട്. 40 ഇന്ത്യൻ സൈനികർ മരിച്ചതും ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. ഇന്ന് രാജ്യം ഈ പാകിസ്ഥാൻ പിടിയിലായ വിംഗ് കമാൻഡറിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ആശങ്കപ്പെടുന്ന വേളയിലാണ് പ്രധാനമന്ത്രി ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കുറിച്ചത്. വലിയൊരു മെഗാ വീഡിയോ കോൺഫറൻസിലൂടെ ബി.ജെ.പിയുടെ നിരവധി പ്രവർത്തകരുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു. ബൂത്ത് ശക്തിപ്പെടുത്തണം, ബി.ജെ.പിയുടെ ബൂത്ത് ശക്തിപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സൈനികരോടൊപ്പം നമ്മളുണ്ട് എന്നൊക്കെ അറിയിച്ചെങ്കിൽ പോലും പാകിസ്ഥാനിൽ പിടിയിലായ സൈനികനെ കുറിച്ച് ഒരു പരാമർശം പോലും പ്രധാനമന്ത്രി നടത്തിയില്ല എന്നാണ് ശ്രദ്ധേയം. ഈ രാജ്യം അതീവ ഗുരുതരാവസ്ഥയിലൂടെ അതീവ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് ആഘോഷം നടത്തിയ പ്രധാനമന്ത്രിയുടെ നടപടി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ വിമർശിച്ചത്, കേജ്രിവാൾ ഇപ്പോൾ രക്ഷിക്കേണ്ടത് പാകിസ്ഥാൻ പിടിയിലുള്ള സൈനികനെയാണ്, അല്ലാതെ ബി.ജെ.പിയുടെ ബൂത്തുകളെ അല്ല എന്നായിരുന്നു കേജ്രിവാളിന്റെ വിമർശനം. കേജ്രിവാൾ ആവട്ടെ നേരത്തെ ഡൽഹിക്ക് പ്രത്യേക പൂർണ്ണ സംസ്ഥാന ഭരണം വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ പോലും അവസാന നിമിഷം അതൊക്കെ മാറ്റിവെച്ചു. ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസും വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. The Prime Minister chose to address the booth workers of the Bharatiya Janata Party rather than address the nation. आज जरूरत देश को मजबूत करने की है कि प्रधानमंत्री जी समझते हैं कि ये समय ബൂത്ത് കോ മസ്ബൂത്ത് करने का എന്റെ ബൂത്ത് മികച്ചത് എന്ന അർത്ഥം വരുന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ബി.ജെ.പി. പ്രചാരണം നടത്തിയത്. എന്നാൽ എന്റെ സൈനികൻ മികച്ചത് എന്ന അർത്ഥത്തിലുള്ള മറ്റൊരു ഹാഷ്ടാഗ് ഈ മോദിയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് തന്നെ ട്വിറ്ററിൽ ട്രെൻഡായി മാറുകയും ചെയ്തു. ഇതിനിടയിൽ കർണാടകയിൽ സംഭവിച്ചത്, കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി ബി.ജെ.പി. നേതാവുമായി യെദ്യൂരപ്പയും രാഷ്ട്രീയമായി ഈ വ്യോമാക്രമണം ബി.ജെ.പിക്ക് ഗുണപരമാവും എന്ന പ്രസ്താവനയൊക്കെ നടത്തി. ആകെ 28 ലോക്സഭാ സീറ്റാണുള്ളത്. ഇതിൽ 20 സീറ്റും പിടിച്ചെടുക്കാൻ
പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ 21 സീറ്റും പിടിച്ചെടുക്കാൻ BJPക്ക് ഈ വ്യോമസേന ആക്രമണം സഹായിക്കും എന്നൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്തി ഏറെ വിവാദമാവുകയും ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ 2ാം ദിനവും വൻ വരവേൽപ്പ്. പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് ഇന്ന് ജാഥ പര്യടനം നടത്തിയത്. BJPയെയും മോഡിയെയും വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്താൻ BJP ശ്രമിക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു. സിബിയുടെ റിപ്പോർട്ട്. എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയിലൂടെയായിരുന്നു 2ാം ദിനം ജാഥ കടന്നുപോയത്. ആദ്യ സ്വീകരണ കേന്ദ്രമായ പെരുമ്പാവൂരിൽ സ്ത്രീകളടക്കം വൻ ജനാവലിയാണ് ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ സ്വീകരിക്കാൻ എത്തിയിരുന്നത്. കശ്മീർ അതിർത്തിയിൽ ഉണ്ടാകുന്ന ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം മോഡിയെ വിമർശിക്കുന്നവർ രാജ്യദ്രോഹികളാണെന്ന് കുറ്റപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഇലക്ഷൻ കാലത്ത് BJPയുടെ ഏറ്റവും വലിയ തുരുപ്പിച്ചിട്ട് രാജ്യസുരക്ഷ, ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നായിരുന്നു. BJP അധികാരത്തിൽ വന്നപ്പോൾ ഭീകരവാദ ആക്രമണം ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. സൈനികർ തന്നെ 1000-ഓളം സൈനികർ വിവിധ സന്ദർഭങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഭീകരവാദത്തിനെതിരാണ് നമ്മുടെ രാഷ്ട്രം. ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണം. അതിന് സൈന്യം സ്വീകരിക്കുന്ന നടപടിക്ക് പിന്നിൽ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി സൈന്യത്തിൻ്റെ കൂടെ നിൽക്കും. സൈന്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടും നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു കാലത്ത് വിമോചന സമരത്തിന്റെ ഈറ്റില്ലമായ അങ്കമാലിയായിരുന്നു 2ാമത്തെ സ്വീകരണ സ്ഥലം. അതിന് ഈ അങ്കമാലിയിൽ ഏറ്റവും ഇളം തലമുറക്കാർ പോലും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വലിയൊരു സ്വീകരണമാണ് അങ്കമാലിയിൽ ലഭിച്ചത്. അതിനുശേഷം വ്യവസായ കേന്ദ്രങ്ങളായ ആലുവയിലും കളമശ്ശേരിയിലും വൻ സ്വീകരണമാണ് ജാഥ ഏറ്റുവാങ്ങിയത്. ഈ 2ാം ദിനം ജാഥ സമാപിച്ച ശേഷം നാളെ 3ാം ദിനമായ നാളെ എറണാകുളം ജില്ലയിലെ അവസാന ദിനമായ നാളെ വൈപ്പിൻ, പറവൂർ, കൊച്ചി തുടങ്ങിയ ഭാഗങ്ങളിൽ ജാഥ കടന്നുപോകും. അതിനുശേഷം മറൈൻ ഡ്രൈവിൽ വൈകിട്ടോടെ തന്നെ എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. അതിനുശേഷം തൃശ്ശൂരിലേക്ക് ജാഥ മറ്റന്നാൾ കടക്കുകയും ചെയ്യും. LDF കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ 2ാം ദിവസത്തെ പര്യടനത്തിലും വൻ വരവേൽപ്പ്. രാവിലെ ഒറ്റപ്പാലത്ത് നിന്ന് ആരംഭിച്ച പര്യടനം ചിറ്റൂരിൽ സമാപിച്ചു. നാളെ നെന്മാറയിലാണ് ജാഥയുടെ ആദ്യ സ്വീകരണ പൊതുയോഗം. സിജു കണ്ണൻ നൽകുന്ന വിവരങ്ങൾ. പാലക്കാട് ജില്ലയിലെ 2ാം ദിനത്തെ പര്യടനത്തിലും വലിയ ജനപങ്കാളിത്തമാണ് കണ്ടത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാവിലെ ഒറ്റപ്പാലത്തായിരുന്നു ജാഥയുടെ ആദ്യ സ്വീകരണ പൊതുയോഗം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കോങ്ങാട് മണ്ഡലത്തിലും മലമ്പുഴ മണ്ഡലത്തിലെ പുതുശ്ശേരിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കി. ഇന്ന് രാത്രിയോടുകൂടി ചിറ്റൂരിലെത്തിയ ജാഥ 2ാം ദിനത്തിലെ പര്യടനം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ താക്കീതുമായാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയത് കേന്ദ്ര സർക്കാരും BJP ദേശീയ നേതൃത്വവുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ദേശാഭിമാന ബോധമാണ് സൈന്യം പ്രകടിപ്പിക്കുന്നത്. പ്രകടിപ്പിച്ച ദേശാഭിമാന ബോധത്തെ രാഷ്ട്രീയമായി മുതലാക്കാനുള്ള പരിശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് നിരുത്സാഹപ്പെടുത്തണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത്. കേരളത്തിലും വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികളാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇന്ന് ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതേതരത്വത്തിനെതിരെ വർഗീയതയുടെ ആശയങ്ങൾ ശക്തമായി സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ BJPയും കോൺഗ്രസും നടത്തുന്ന പരിശ്രമമാണ്. ഈ പരിശ്രമത്തെ ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെക്കാനും സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക കമ്പനിക്ക് വിമാനത്താവളം നടത്തിപ്പിന്റെ ചുമതല നൽകണമെന്നുമാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. അതേസമയം അദാനിക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരവും ആരംഭിച്ചു. ഷീജയുടെ റിപ്പോർട്ട്.
തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള നീക്കം അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള നീക്കം അത് നിർത്തിവെക്കണം. ഒപ്പം തന്നെ KSIDCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ഈ കമ്പനിയിൽ തന്നെ നിക്ഷിപ്തമാക്കാൻ ഒരു തീരുമാനം, അത്തരത്തിൽ വിമാനത്താവളം ഈ കമ്പനിയെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കേന്ദ്രം ഇടപെടണം. പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ കേന്ദ്രത്തിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കൂ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ഇവിടെ ഈ രീതിയിൽ വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇത്തരത്തിൽ ഒരു വിമാനത്താവളം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്ന ഒരു നീക്കത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അതിലെ ബിഡിന്റെ കാര്യത്തിൽ ഉള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നത് അത് തന്നെയാണ് വലിയ തോതിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ഉൾപ്പെടെ 6 വിമാനത്താവളങ്ങളുടെ ബിഡിലും ഒരു കമ്പനി തന്നെ മുന്നിൽ വരുന്നു. ഒരു കമ്പനിക്ക് തന്നെ ബിഡ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാണ് വലിയ തോതിൽ ജനങ്ങളുടെ മേൽ നൽകിയത്. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.